ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ഫെഫ്ക. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ലാൽ, എന്താണ് ഈ അടിയന്തരമായ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങൾ? ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്ന കാര്യം നേരത്തെ മുതൽ തന്നെ ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെടുന്നുണ്ട്. കുറെ നാളുകളായി അദ്ദേഹം തന്നെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നത്. പലതവണയും സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സംഘടനാ ചുമതലയുള്ളവർ തന്നെ അത് ഒഴിവാക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. പുതിയ ആളുകൾ ആ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള നിർബന്ധമാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത്. അതിന്റെ ഒടുവിലത്തെ തീരുമാനം എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രമാണ് നിലവിൽ രാജിവെച്ചിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫെഫ്ക അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് രാജി പ്രഖ്യാപിച്ച കാര്യം ബി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രേഖാമൂലം രാജി സമർപ്പിച്ചു എന്ന കാര്യം മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്താണെങ്കിലും പുതിയ ഒരു നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധത അദ്ദേഹം കുറെ നാളായി അറിയിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം ഫെഫ്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയിലോ മറ്റോ ആണോ രാജി? അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ? ഫെഫ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, സിനിമാ സംഘടനകളുടെ പല സംഘടനകളുടെയും താർ സംഘടനയാണെങ്കിലും അണിയറ പ്രവർത്തകർ സംഘടനയാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടനയാണെങ്കിൽ പോലും ഒരു സ്വരച്ചേർച്ചയിലൂടെ ആയിരുന്നില്ല പല സമയങ്ങളിലും പോയിക്കൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാ തലത്തിൽ തന്നെ പലർക്കും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വിധത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് പോകുന്നതിന് ഫെഫ്കയ്ക്ക് സാധിച്ചിരുന്നു. അക്കാര്യങ്ങൾ കൂടി അദ്ദേഹം പരിഗണനയ്ക്ക് എടുക്കുന്നുണ്ട്. അത്തരത്തിൽ നയതന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കേപ്പബിളായ ഒരാൾ എന്നുള്ള രീതിയിലാണ് ബി ഉണ്ണികൃഷ്ണൻ ആ സ്ഥാനത്ത് തന്നെ തുടരണം എന്ന ആവശ്യം ഫെഫ്കയുടെ മറ്റംഗങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ തനിക്ക് ഇനിയും ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന നിലപാടാണ് പലപ്പോഴും ബി ഉണ്ണികൃഷ്ണൻ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ശരി, ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി ഉണ്ണികൃഷ്ണൻ രാജിവെച്ചിരിക്കുന്നു. ആ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധത ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ കാര്യങ്ങളിൽ അറിയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് രാജി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.